യേശു കർത്താവ് പറഞ്ഞ ഒരു കാര്യമത്രേ. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 23 വാക്യം. യു ought to have done this and not to have left the other undone. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. എന്താണ് അത്? എന്താണ് ഇത്? 23 വാക്യത്തിൽ അതിനുള്ള ഉത്തരമുണ്ട്. ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങളത്രേ അത് ചെയ്യണം. ന്യായപ്രമാണത്തിലെ മറ്റ് ഇതര കാര്യങ്ങളത്രേ ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. ഈ അതിനെയും ഇതിനെയും പ്രൈമറി പ്രാഥമികമെന്നും സെക്കൻഡറി രണ്ടാമത്തേതും എന്നും വിളിക്കുവാൻ കഴിയും. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ന്യായപ്രമാണത്തിലെ വെയ്റ്റിയർ മാറ്റേഴ്സ്, ഘനമേറിയ കാര്യങ്ങൾ ചെയ്യുകയും മറ്റ് തലത്തിലുള്ള കാര്യങ്ങൾ ത്യജിക്കാതിരിക്കുകയും വേണം. എന്നാൽ ഇന്ന് ക്രൈസ്തവരിൽ മിക്ക പേർക്കും തിരുവചനത്തിലെ ഘനമേറിയ കാര്യങ്ങളെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തതിനാൽ ആത്മീയ കാര്യങ്ങളായിരുന്നാൽ പോലും മറ്റിതര കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏറെ ഉത്സാഹം കാണിക്കുന്നു. ഈ ഒരു നടപടി ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നതല്ല. നാം പ്രാമുഖ്യം കൊടുക്കേണ്ട വിഷയങ്ങളിൽ, അതായത് ഉപദേശങ്ങളിൽ, കൽപ്പനകളിൽ ഏറെ ശ്രദ്ധയുള്ളവരും അത് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നവരുമാകണം. പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ എത്ര ആത്മാർത്ഥമായും നന്നായും ചെയ്താൽ പോലും ദൈവം അത് അംഗീകരിക്കണമെന്നില്ല. ബേഥാനിയയിലെ മാർത്തയും മറിയയും യേശുവിനെ ഒരുപോലെ സ്നേഹിച്ചിരുന്നു. എന്നാൽ യേശു അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരിൽ വ്യത്യാസം കണ്ടു. മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതയായിരുന്നപ്പോൾ മറിയ യേശു പറയുന്ന വചനം കേട്ട് കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു. മാർത്ത യേശുവിനെ ശുശ്രൂഷ ചെയ്തു എങ്കിലും അവൾ കുഴങ്ങിപ്പോയി. അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് മാർത്ത ചെയ്തത് നല്ലതല്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ മറിയ ചെയ്തതിനെ കർത്താവ് കൂടുതൽ വിലമതിച്ചു. ഇവിടെ ഒരു പാഠമുണ്ട്. യേശുവുമായി വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കാതെയും കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കാതെയും ചെയ്യുന്ന മറ്റേതൊരു ശുശ്രൂഷയും അസ്ഥാനത്താണ്. നമ്മോട് ഓരോരുത്തരോടും ഒപ്പം സമയം ചെലവഴിക്കുവാൻ നമ്മുടെ യേശു കർത്താവിന് ആഗ്രഹമുണ്ട്. തിരുവചനം പറയുന്നത്, നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. നമുക്കെന്ന് ഉറപ്പുവരുത്താം, നാം കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവനുമായി സമയം ചെലവഴിക്കുന്നു എന്ന്. എന്നിട്ടാകാം ബാക്കി ശുശ്രൂഷകൾ. ഹാവ് എ പ്ലസന്റ് ഡേ.